ശ്രീബാല ആദ്യം തന്നെ ഇതിൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അഭിലാഷ് അദ്ദേഹം ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത മാളികപ്പുറം അതിൽ ആ ഒരു ത്രില്ലിൽ തന്നെയാണ് നമ്മൾ നിന്നിരുന്നത്. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ദൂരം മുന്നോട്ട് പോയി എന്നൊന്ന് കാണിക്കുന്ന ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീബാല. പിന്നെ രണ്ടാമത്തെ കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിനയ്, നമ്മുടെ വിഷ്ണു വിനയ്, നമ്മുടെ സംവിധായകൻ വിനയൻ സാറിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രം വളരെ ദൂരം അദ്ദേഹം പോയെന്ന് കാണിക്കുന്ന ഒരു ചിത്രം. ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അഭിനേതാക്കളായാലും നല്ല രീതിയിൽ, അതായത് അർജുന അശോകൻ, അപർണ, അതേപോലെ തന്നെ സംഗീത മാഡം, മലയാളത്തിലേക്ക് ചിന്താവിഷയായ ശ്യാമള എന്നുള്ള ചിത്രം മലയാളികൾക്ക് മനസ്സിൽ പതിഞ്ഞടക്കുന്ന ഒരു ചിത്രം. ആ ഒരു ചിത്രത്തിന് ശേഷം ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമായി അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ ഒരു ചിത്രം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും, അസീസ് കെ ആയാലും കോട്ടൻ നസീർക്ക് ആയാലും നന്ദു ചേട്ടനായാലും അതേപോലെ തന്നെ സിദ്ദിഖ് ആയാലും എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന പുതുമുഖമാണെന്ന് തോന്നുന്നു. ആ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്ത അവരും എല്ലാ അഭിനേതാക്കളും അവരുടെ മാക്സിമം ഇതിൽ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ സംതൃപ്തി തോന്നിയ ഒരു ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീബാല. ഇതൊരു വിജയചിത്രമായി മാറും എന്നുള്ള കാര്യത്തിലോട്ട് ഡൗട്ടില്ല. നല്ല രീതിയിൽ ഗംഭീര പടം എന്താ പറയുക, നമ്മുടെ വിനയൻ സാറിൻ്റെ മകൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്താവിഷയ ശ്യാമളയ്ക്ക് ശേഷം സംഗീത ചേച്ചിയുടെ തിരിച്ചു വരവ് തന്നെ പറയാം. പിന്നെ നമ്മുടെ അർജുൻ ചേട്ടൻ, അതുപോലെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചത് നല്ല ഗാനങ്ങളാണ്. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. നല്ല ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ പ്രസാദേട്ടൻ അദ്ദേഹം നല്ലൊരു വേഷയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗുരുവാണ്, സന്തോഷം ചെയ്യണം. അപ്പോൾ എന്തായാലും ഗംഭീര സിനിമയാണ്. എല്ലാവരും. പിന്നെ അഭിലാഷ് പിള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലത്തെ പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഒരു വെറൈറ്റി അഭിലാഷിൻ്റെയാണ് ഒരു വെറൈറ്റി കഥയാണ്. ഒരു വെറൈറ്റി അന്വേഷണമാണ്. ആക്ഷൻ അങ്ങനെയൊന്നുമില്ല. എല്ലാം നിറഞ്ഞൊരു സിനിമ. ആക്ഷനുണ്ട്, സസ്പെൻസാണ്, പറയാൻ പറ്റില്ല. നല്ല ഗംഭീരമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം. ഗംഭീര സിനിമയാണ്. എന്തായാലും വിഷ്ണു വിനയൻ ഇതിൻ്റെ സംവിധാനം അടിപൊളി. താങ്ക് യു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ നമ്മളെ കണ്ണിലാക്കി തന്നെ പറയാം. കാരണം എടപ്പള്ളി, കൃഷി, അങ്ങനെ എല്ലാ നാളുകളിലും സംഭവിച്ചു പോകുന്നൊരു കഥയാണ് അഭിലാഷ് ചേട്ടൻ ഒരുക്കിയിരിക്കുന്നത്. അഭിലാഷ് പിള്ള സാർ കാരണം മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഒരു ത്രൂഔട്ട് വർക്കൗട്ടായി പോകേണ്ട സിനിമ തന്നെയാണ്. കാരണം കംപ്ലീറ്റ്ലി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ആദ്യം മുതൽ അവസാനം വരെ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് പ്രേക്ഷകർ എന്ന നിലയിൽ കറക്റ്റായിട്ട് അത് ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓരോ കഥാപാത്രം നമുക്ക് മനസ്സിൽ പോകുന്നില്ല. കാരണം ആനന്ദ് ശ്രീബാല എന്ന ക്യാരക്ടർ കുറച്ച് വ്യത്യസ്തമായ ക്യാരക്ടറാണ്. അത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. പിന്നെ ഇതുവരെ അബ്ജോഷൻ ചെയ്ത ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇന്ത്യയിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ സൈജു കുറുപ്പാണെങ്കിലും നമ്മുടെ അസീസ് ടൂണാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നത്. പിന്നെ നായിക ഭരണദാസ്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ സിദ്ദിഖൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു സിനിമ തന്നെയാണ്. നമ്മൾ സ്ഥിരമായി കണ്ടുവന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതുപോലത്തെ ഒരു കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊരു എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഗൗരവമായിട്ടുള്ള സിറ്റുവേഷൻസ് ആദ്യം മുതൽ അവസാനം വരെ മുൻനിരയിൽ നിർത്താനായിട്ട് അഭിലാഷ് പിള്ള എന്ന റൈറ്ററിന് സാധിച്ചിട്ടുണ്ട്. ആക്ഷൻ പടമല്ല, ആക്ഷൻ പടം അല്ലെങ്കിലും മറ്റേ ക്ലൈമാക്സിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് അർജുനേഷൻ ചെയ്യുന്നുണ്ട്. പ്രതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു കുറ്റാന്വേഷണത്തിൻ്റെ ഓട്ടമായിട്ട് തോന്നുന്നുണ്ട്. പടം ഹിറ്റാവും ഉറപ്പാണ്. കാരണം ഇന്നത്തെ കാലത്ത് മമ്മൂക്ക ലാലേട്ടൻ ചെയ്തില്ലെങ്കിൽ ആക്ഷൻ പടം അല്ല, ഇൻവെസ്റ്റിഗേഷൻ ആവുമ്പോൾ കണ്ട് ലാലേട്ടൻ മമ്മൂക്ക ചെയ്തിരുന്നത് ശരിയായി. പക്ഷേ ഇത് എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് അർജുനേഷൻ വരുമ്പോൾ ഒരു ആക്ടീവ് വെച്ചിട്ട് ഇത്രയും ചെയ്യാൻ പറ്റിയത് അഭിലാഷ് ചേട്ടന് നന്ദിയോട് കൊടുക്കുന്നു. പടം ഹിറ്റാവും ഉറപ്പാണ്. പടം ഒരു 25 കോടി രൂപയ്ക്ക്.